കേരളത്തിൻ്റെ വടക്കേ അറ്റത്താണ് ഞാനിപ്പോഴുള്ളത്, കാസർഗോഡ് ജില്ലയിൽ. നില്ലോ ഇത് കർണാടക, ആ കಡೆ കേരള. ഇത് കേരള അല്ല? അല്ലല്ല, ഇത് കർണാടക, ആ കടെ കേരള. എന്താ മോനെ പ്രശ്നം? ചേട്ടാ മലയാളം? മലയാളം. ഇത് കേരളം അല്ലേ? ഇത് കേരള അല്ല, ഇത് കർണാടകയാണ്. അപ്പുറത്താണ് കേരളം. ഇത് ബോർഡറാണ്? ഇത് ബോർഡറാണ്. നല്ല ചൂടാണല്ലേ? രണ്ട് ചൂടുണ്ട്, വെയിലിൻ്റെ ചൂടുണ്ട്, തലചെരപ്പ് ചൂടുണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ വൈത്തിട്ട് കർണാടകയിലേക്ക് പോയല്ലോ, ഒന്ന് വിഷമൊന്നും ഉണ്ടാക്കണ്ട. ഇത് കാസർഗോഡ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. പമ്പ് കർണാടകയിലാണ്, പക്ഷേ വരുന്ന വണ്ടികളെല്ലാം കേരളത്തിലെ വണ്ടികളാണ്. ചേട്ടാ ഇവിടെ നിന്നാണ് പെട്രോൾ അടിക്കാറുള്ളത്? അതെ, ഇവിടെ തന്നെ. എന്താണ് വ്യത്യാസം? 10 രൂപേൻ്റെ വ്യത്യാസം തന്നെ. ഇവിടെ ബാക്കിലെടുത്ത് 110, ഇവിടെ 109, 9 രൂപേൻ്റെ വ്യത്യാസം. നല്ല മൈലേജ് ഉണ്ട് ഈ പെട്രോൾ. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അടിക്കുന്ന ലാഭം അല്ലേ? ലാഭമാണ്. ഈ പറഞ്ഞ 10 രൂപയുടെ വ്യത്യാസം ഉണ്ടല്ലോ, അതാണ് അയലത്തെ പ്രധാന ചർച്ച. ഈ കൂട്ടിയ സെസ് ഇതുവരെ കുറച്ചിട്ടില്ല. അത് പ്രതിഫലിക്കുന്നത് ഇങ്ങനത്തെ അതിർത്തി മണ്ഡലങ്ങളിൽ. സൂര്യാഘാതം ഏൽക്കുമെന്ന് നല്ല പേടിയുണ്ട്. പക്ഷേ ഇതുവഴി പോയിട്ട് ഈ പാതയെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. തെരഞ്ഞെടുപ്പായപ്പോൾ ഈ പാതയേക്കാൾ നീളമുണ്ട് ഈ പാതയുടെ അവകാശവാദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക്. എന്തായാലും കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഈ പാത ഇതിൻ്റെ യഥാർത്ഥ അവകാശികളായ ജനങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ലഭിച്ചല്ലോ. കാസർഗോഡ് കനത്ത ചൂടാണ്. വളരെ അതികഠിനമായ ചൂട് തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ചൂട് എനിക്കറിയാറേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി അവരുമായിട്ട് സംവദിക്കുമ്പോൾ പകൽ ചൂട് അറിയാറില്ല. ഇത്തവണ ഒരു സംശയമില്ലാതെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലേക്ക് തിരിച്ചു വരും. പ്രചാരണമൊക്കെ അവിടെ വരെ ആയി. പ്രചാരണം ചൂട് പിടിച്ച് നടക്കുകയാണ്. വിശപ്പിൻ്റെ സമയമാണ്. ഭക്ഷണം കഴിച്ചോ? ഇല്ല, നമ്മൾ കഴിക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിച്ചിട്ട് വരാം. ഈ ചൂടിനെ അതിജീവിക്കാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? തീയിൽ കുരുത്തതാണ് ഞാൻ. ഒരിക്കലും വെയിലത്ത് പാടില്ല. കാസർഗോട്ടുകാർ സ്നേഹത്തോടെ ഒരു പേര് വിളിക്കുന്നത് ഇങ്ങനെ കേട്ടിരുന്നു, ഉണ്ണിച്ച. ഇച്ഛ എന്നുള്ള പ്രയോഗം കുടുംബത്തിലെ ഏറ്റവും വാത്സല്യമുള്ള ആളുകളെ വിളിക്കുന്നതാണ്. കൗതുകരമായൊരു ചോദ്യം, കുറി ഒഴിവാക്കിയോ? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, BJPയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്കിൻ സ്പെഷ്യലിസ്റ്റ്. ഞാൻ ഇടുന്ന കുറിയിടാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ നാളെ തൊട്ട് കുറിയിടാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഉത്തരവാദിത്വം വഹിക്കണം. ഇവിടെ ഒറ്റ മനുഷ്യരെയും കാണാനില്ലല്ലോ ഈ വഴിയൊന്ന് ചോദിക്കാൻ. ചേട്ടാ, ഇതുവഴിയാണോ മഞ്ചേശ്വരം പോകുന്നത്? നിട്ടല പോളി ഐറ്റല പോലെ ഒളിച്ചു മുമ്പ് പോണ അങ്ങടിയുണ്ട്, അവൾ അങ്ങോട്ട് കേണ്ട പൺപേര്. ഇത് കന്നഡയാണോ അതോ തുളു ആണോ? ഹലോ, എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? നമ്മള് മഞ്ചേശ്വരത്ത് ഒരു യാത്ര പോകുമായിരുന്നു. അപ്പൊ നമുക്ക് വഴി തെറ്റി കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരാൾ വന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് കന്നഡയാണോ തുളു ആണോ എന്ന് ഞങ്ങൾക്ക് സംശയം. ഞാനേ ഒരു കാര്യം ചെയ്യാം, അദ്ദേഹത്തെ ഞാനൊന്ന് കാണിക്കട്ടെ. ഈ ഒന്ന് ചോദിക്കാവോ അദ്ദേഹത്തോട്? ഈ സാഹചര്യത്തിലെ പോലെ ആ സാഹചര്യത്തിലെ പോലെ ചോറ് എതിര് പോത്ത് ലെഫ്റ്റ് പോണ്ടാണ്ട്. അതെ, ഓക്കെ. ഞാൻ അവരോട് ചോദിച്ചു, അവർ പറഞ്ഞത് നേരെ പോയിട്ട് ലെഫ്റ്റില് പോണെന്ന്. നിങ്ങൾക്ക് 7 ലാംഗ്വേജ് അറിയാവുന്നത് കൊണ്ടേ അത്രയും ഭാഷയിൽ വോട്ട് ചോദിക്കാമല്ലോ ആളുകളുടെ. അതെ, ചോദിക്കാമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഭാഷ വേണം. ഭാഷ അറിയാതെ ഇവിടെ കുടുങ്ങി കിടന്ന് ഞങ്ങളെ സഹായിച്ചതിന് വളരെ നന്ദി. അതുപോലെ തന്നെ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. വർഷമായിട്ട് ഒരു വികസനം നടന്നിട്ടില്ല. പിന്നീട് വികസനം നടക്കുമെന്ന് തോന്നുന്നുമില്ല. കേരളത്തിൽ നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ കാസർഗോഡിൽ നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ല. എന്തെങ്കിലും ചെറിയൊരു എമർജൻസി വന്നാൽ നമുക്ക് മംഗലാരം പോകേണ്ടത്. ഇപ്പം നമുക്ക് ആ UDF ആയാലും LDF ആയാലും കാസർഗോഡ് നല്ലൊരു വികസനം വരണം. 10,000-കണക്കിന് രൂപ വില വരുന്ന മരുന്ന് മാസം വാങ്ങേണ്ട ഗതികേടിലാണ് നിർധനരായ കുടുംബങ്ങളുള്ളത്. ഞങ്ങൾക്കിവിടെ ജനപ്രതിനിധികൾ ഇല്ലേ എന്ന് ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചു പോവുകയാണ്. ഈ ചൂടും വെയിലും എല്ലാം കൂടി അടിച്ച് ആകപ്പാടെ തളർന്നു പോയി. പിന്നെ ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ വേറെ, എല്ലാം കൂടി ആകപ്പാടെ ഒരു
അവസ്ഥയിലാണ്. എവിടെയെങ്കിലും പോയി ഇരുന്നാൽ കൊള്ളാന്നാ. ഓ അത്രയേ ഉള്ളൂ. ഇവിടെ ബേക്കൽ കോട്ടയിൽ പോയിട്ടിരുന്ന നല്ല എത്രയോ വലിയ ആൾക്കാർ വന്നിരുന്ന സ്ഥലമാണ്. ബേക്കൽ കോട്ട ഇവിടെ അടുത്താ? ആ ഇവിടെ അടുത്താണ്. ഈ ബോംബെ സിനിമയിൽ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത്. അതെ അതെ. പാവങ്ങളുടെ പടത്തലവൻ AKGയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചെടുത്ത മണ്ഡലം. 16 തവണ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 13 തവണയും ജയം CPMനായിരുന്നു. രാഹുൽ സുനാമിയിൽ ആ ഇടതുകോട്ട തകർന്നടിഞ്ഞു. ഇക്കുറി കാസർഗോട്ട് കനത്ത മത്സരമാണ്. ആര് ജയിച്ചാലും ഇവിടുത്തുകാർക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ: പ്രഖ്യാപനങ്ങൾ പാലിച്ചില്ലെങ്കിലും ഞങ്ങളെ പരിഗണിക്കണം. കാസർഗോട്ട് നിന്ന് ക്യാമറമാൻ ആൻ്റണി ഗ്രിഗറിക്കൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്.